ഗസ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതായി അമേരിക്ക. കരാർ നടപ്പാക്കാൻ ഹമാസ് സന്നദ്ധമാകും എന്ന് പ്രതീക്ഷിക്കുന്നതായി US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വിറ്റ്കോഫ് പറഞ്ഞു. ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ ആദ്യഘട്ട നിരായുധീകരണം, ഗസ പുനർനിർമ്മാണം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. കെയ്റോയിൽ ചേർന്ന ഹമാസ് ഉൾപ്പെടെ പലസ്തീൻ കൂട്ടായ്മകളുടെ യോഗം രണ്ടാം ഘട്ട വെടിനിർത്തലിന് പിന്തുണ അറിയിച്ചു. MCA നാസർ ചേരുന്നു. MCA, രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പ്രധാനമായിട്ട് ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ നിരായുധീകരണം, ഗസയുടെ പുനർനിർമ്മാണം, ഇവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്ത ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ധന്യ, നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിൽ അല്പം മുമ്പാണ് വൈറ്റ് ഹൗസിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ പറയുന്നത് ഇന്നു മുതൽ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. നിരന്തരമായിട്ടുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ മധ്യസ്ഥ രാജ്യങ്ങൾക്കും, പ്രധാനമായും ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടാണ് വിറ്റ്കോഫ് ഈ രണ്ടാം ഘട്ടത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിളംബരം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇടക്കാല ഭരണസമിതി നിലവിൽ വരും എന്നതാണ്. ആ ഭരണസമിതിയുടെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം, അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അംഗങ്ങൾ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇനിയും വന്നിട്ടില്ല. ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സമിതിക്കായിരിക്കും ഇനി ഭരണ മേൽനോട്ടം ഉണ്ടാവുക. ആ സമിതിയെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം തന്നെയാണ് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏത് സ്വഭാവത്തിലായിരിക്കും ഈ നിരായുധീകരണ പ്രക്രിയ മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും സുപ്രധാനമായത് ഈ ഗസയുടെ 2 വർഷത്തിലധികം നീണ്ട യുദ്ധത്തിലൂടെ തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന്റെ പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നതും ഈ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിരിക്കും എന്നതുകൂടി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു വലിയൊരു കടമ്പയായിട്ട് ഇപ്പോൾ പോലും ബാക്കി നിൽക്കുന്നത് ഹമാസ് കൈമാറാനുള്ള ഒരു ബന്ദിയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ടാണ്. ഈ ബന്ദിയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് ഹമാസ് കൈമാറണമെന്ന് സ്റ്റീവ് വിറ്റ്കോഫ് പ്രത്യേകം തന്നെ ഇന്നത്തെ ഔദ്യോഗിക പ്രഖ്യാപന വേളയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ മൃതദേഹം കൈമാറുന്നില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസിന് സ്റ്റീവ് വിറ്റ്കോഫ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണത്തിലും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ അവസാന ബന്ദിയുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല എങ്കിൽ രണ്ടാം ഘട്ടവുമായിട്ട് സഹകരിക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇസ്രായേലിലെ വിവിധ പാർട്ടികൾ നിലപാട് പ്രഖ്യാപിച്ചതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ടാം ഘട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളിൽ നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചത് അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസം ഈ രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല എന്നതാണ്. മറ്റൊരു ചോദ്യം കൂടി സ്റ്റീവ് വിറ്റ്കോഫിന് നേരെ ഉന്നയിക്കപ്പെട്ടു. അത് റഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള റഫ അതിർത്തി തുറക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ് ചെയ്തത്. എന്തായാലും ഈ വലിയ അനിശ്ചിതത്വത്തിന്റെ ഒടുവിൽ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിച്ചു എന്നത് തങ്ങളുടെ ഇടപെടലിന്റെ വലിയൊരു വിജയമായിട്ടാണ് മധ്യസ്ഥ രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നത്. കെയ്റോയിൽ പലസ്തീൻ നേതാക്കളൊക്കെയും കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലും ഈ രണ്ടാം ഘട്ടത്തോട് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ അവർ അറിയിക്കുകയാണ് ചെയ്തത്. ഹമാസും അതിനോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിന്ന് പോകാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഗസയിലേക്ക് സഹായ വസ്തുക്കൾ തടയുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവും ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ കൂട്ടായ്മകൾ രേഖപ്പെടുത്തി. അമേരിക്കയുടെ ഇടപെടൽ മുഖേന റഫയിലേക്ക് കൂടുതൽ റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മറ്റു സഹായങ്ങളും അടിയന്തരമായി എത്തിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി കെയ്റോയിൽ ചേർന്ന ഈ ഫലസ്തീൻ കൂട്ടായ്മകളുടെ യോഗം. നിലവിലെ ഗസയിലെ ഒരു സാഹചര്യം എന്താണ്? കാലാവസ്ഥ മോശമാണ്, ദുരിതപൂർണമായ സാഹചര്യം വീണ്ടും മോശമായി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ്. ഗസയിൽ നിന്ന് വീണ്ടും ആളുകൾ തണുപ്പ് കാരണമൊക്കെ മരിക്കുന്നുണ്ട്. എന്താണ് ഗസയിലെ വിവരങ്ങൾ?
ഇതിന് ഈ പിന്നിട്ട ഒരു 3 മാസവും വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഏതൊക്കെ രൂപത്തിൽ അത് ലംഘിക്കാൻ ഇസ്രായേൽ നേതൃത്വം, ഇസ്രായേൽ സേന തയ്യാറായോ അതിന്റെ തുടർച്ചകൾ തന്നെയാണ് ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഖാൻ യൂനിസിൽ, അതോടൊപ്പം തന്നെ റഫക്ക് നേരെയൊക്കെ ആക്രമണം തുടർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരു ഭാഗത്ത് നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കെടുതികൾക്കിടയിൽ തന്നെയാണ് പ്രകൃതിക്ഷോഭം, തുടരെയുള്ള കൊടുങ്കാറ്റും പേമാരിയും മൂലം ഗസയിലെ നിവാസികൾ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ. ഒരുപക്ഷെ ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങൾ തന്നെയാണ് പിന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പോലും പുറത്തു വരുന്നത്. കാരണം ഒരു കയറിക്കിടക്കാൻ ഒരു താൽക്കാലിക ടെന്റിന്റെ ഒരു സംവിധാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന നിസ്സഹായരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടുന്ന വലിയൊരു ജനവിഭാഗം. കാരണം യുദ്ധം അവസാനിക്കുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ സമൂഹം പൂർണ്ണമായിട്ടും ഗസയിൽ നിന്ന് വഴിമാറിയെങ്കിലും ആ ജനതയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വളരെ പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥയോടും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളോടും നേരിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. കാരണം പിന്നിട്ടൊരു ആഴ്ചയിൽ മാത്രം 4 കുഞ്ഞുങ്ങളാണ് ഈ അതിശൈത്യം മൂലം കൊല്ലപ്പെട്ടത്. പിന്നെ ടെന്റുകൾ പൂർണ്ണമായിട്ട് നശിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇപ്പോൾ പോലും ഒരു തുണയില്ലാത്തൊരു വിധത്തിൽ, ഒരു സൗകര്യമില്ലാത്തൊരു വിധത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് സഹായം എത്തിക്കാനുള്ള അന്തർദേശീയ ഇടപെടലുകൾ ഇനിയും ഉണ്ടാകുന്നില്ല എന്ന ഒരു വിധിവൈപരീത്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ടെന്റുകളും ഭക്ഷ്യ വസ്തുക്കളും മരുന്നും കൂടുതൽ എത്തിക്കാനുള്ള ഒരു നീക്കം, നിർദ്ദേശം ഉണ്ടാകണമെന്ന് നേരത്തെ UN ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും നിർദ്ദേശം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെയും ഇസ്രായേൽ നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിട്ട് മാറുന്നത് ഈ ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും നീതിരഹിതമായിട്ടുള്ള, ദയാരഹിതമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷം തന്നെയാണ്. CMCA 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് മുന്നിൽ കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഹമാസിന്റെ പ്രതികരണം എങ്ങനെയാണ്? മാത്രമല്ല, ഈ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇസ്രായേലിനകത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിന് നേരത്തെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി വ്യക്തമാക്കിയിരുന്നതും ഈ ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണമാണ്. പക്ഷെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ 2ാം ഘട്ടത്തിന്റെ തുടക്കത്തിൽ കടന്നിട്ടില്ല. അതിന്റെ ആദ്യ ഘട്ടം മാത്രമായിരിക്കും ഈ 2ാം ഘട്ട വെടിനിർത്തൽ വേളയിൽ നടപ്പാക്കുക എന്നാണ് അല്പം മുമ്പ് ഔദ്യോഗികമായിട്ടുള്ള ഈ പ്രഖ്യാപനം നടത്തിയ ഘട്ടത്തിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാകേണ്ടി വരും. കാരണം വിവിധ രാജ്യങ്ങൾ അന്തർദേശീയ സേനയെ അയക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ സേനയുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കും ഹമാസിന്റെ നിരായുധീകരണം നടക്കുക എന്നായിരുന്നു നേരത്തെ അമേരിക്ക അറിയിച്ചിരുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അമേരിക്കൻ നേതൃത്വം, വൈറ്റ് ഹൗസ് നേതൃത്വം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സ്വഭാവത്തിലായിരിക്കും ഹമാസിന്റെ നിരായുധീകരണം നടക്കുക, അതിന് ഏതെങ്കിലും രാജ്യങ്ങൾ മുൻകൈയെടുക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഗസയുടെ അധികാരം കൈമാറാൻ നേരത്തെ തന്നെ ഹമാസ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര സമിതിക്ക് ഈ ഭരണം കൈമാറാനുള്ള തീരുമാനം. ആ സമിതി സംബന്ധിച്ച് ഏകദേശ ആയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇനി ഉള്ളത് ഈ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരികയാണെങ്കിൽ ആ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സേനയ്ക്ക് ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാൻ അടിയറ വെക്കാൻ ഒരുക്കമാണ് എന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരമൊരു യാത്രയിലേക്ക് ഒരുപക്ഷെ ഈ 2ാം ഘട്ടത്തിൽ നീങ്ങുക എത്ര കണ്ട് പിന്നെ പൂർണ്ണമായിരിക്കും, എത്ര കണ്ട് അതിൽ വിജയിക്കും എന്ന കാര്യത്തിൽ തികഞ്ഞ അവ്യക്തത തന്നെയാണ് ഈ 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുന്ന ഇന്നും നമുക്ക് മുമ്പാകെയുള്ളത്. ധന്യ. മാത്രവുമല്ല, മാനുഷിക സഹായങ്ങൾ ഇപ്പം നമുക്കറിയാം എത്രത്തോളം ദുരിതത്തിലാണ് ഗസയുള്ളത് എന്നറിയാം. റഫ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക? യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത് സൈന്യത്തെ പിൻവലിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ എങ്ങനെ കടക്കാനാണ് സാധ്യത കാണുന്നത്? അതിന് ഇനി എത്ര സമയമെടുക്കും? ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ നിർത്തിയിട്ടും ആക്രമണം തുടർന്ന സാഹചര്യമുണ്ട്. അതുകൂടി മുന്നിൽ കാണുന്നുണ്ടോ? മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
ഇതിനിപ്പം കെയ്റോയിൽ ചേർന്നിരിക്കുന്ന യോഗത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. ഖത്തർ, തുർക്കി, ഈജിപ്ത് രാജ്യങ്ങളിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ചർച്ചയിൽ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി സംസാരിച്ചത്. അവരെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സേന പൂർണ്ണമായിട്ടും ഗസ വിടണം. അതൊരു പ്രധാന നിബന്ധനയായിട്ട് ഫതഹ് വിഭാഗവും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും ഹമാസ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളൊക്കെയും ഒരുമിച്ച് തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രായോഗിക നടപടി വരുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപാധിയായിക്കൊണ്ടുകൂടിയാണ് ഈ ഫലസ്തീൻ കൂട്ടായ്മകൾ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങാൻ സന്നദ്ധമായിട്ടില്ല എങ്കിൽ ഹമാസിൻ്റെ നിരായുധീകരണം എന്ന അജണ്ട നടപ്പാക്കാൻ ഒരുപക്ഷെ ഹമാസ് മാത്രമല്ല മറ്റു കൂട്ടായ്മകളും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ആകട്ടെ തങ്ങൾ ഒരിക്കലും ഗസയിൽ നിന്ന് പിന്മാറുകയില്ല എന്ന തീവ്ര നിലപാട് തന്നെയാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും ബെൻഗവിറും അതോടൊപ്പം തന്നെ നെതന്യാഹുവും സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇസ്രായേലിനെ പിന്മാറ്റണമെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ വേണ്ടിവരും. അത് എത്ര കണ്ട് ഉണ്ടാകും? അതോടൊപ്പം തന്നെ ഗസയിലേക്ക് ഉദാരമായിട്ട് സഹായ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഉപകരണങ്ങളും താൽക്കാലിക ടെന്റുകളും എത്തിക്കാൻ എത്ര കണ്ട് ഇസ്രായേൽ തയ്യാറാകുമെന്ന ചോദ്യം ഇപ്പോൾ പോലും ബാക്കി നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 6000-ത്തിലധികം ട്രക്കുകൾ ഇപ്പോൾ പോലും റഫാ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇപ്പൊ 3 മാസം പിന്നിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ നിലവിൽ വന്ന്. ഇനിയും റഫാ അതിർത്തി തുറക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടാവുന്നില്ല. അതിന്റെ അർത്ഥം എന്നത് ഈ ഗസ നിവാസികൾക്ക് ഒരു മാനുഷികമായിട്ടുള്ള പിന്തുണയോ സൗകര്യമോ സഹായമോ നൽകാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ്. ഈ പതിതാവസ്ഥ മാറ്റിയെടുക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ എത്ര കണ്ട് സാധിക്കും? യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഇക്കാര്യത്തിൽ എത്രയുണ്ടാവും? UN ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതർത്ഥത്തിലുള്ള പിന്തുണ നൽകും എന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിലും ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ധന്യ. ശരി MCA, താങ്ക് യു. ഇറാന് മേൽ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ഗൾഫ് മേഖലയിൽ സൈനിക മുന്നൊരുക്കം ശക്തമാക്കി അമേരിക്ക. 3 യുദ്ധക്കപ്പലുകൾ മേഖലയിൽ നിലയുറപ്പിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഖത്തറിലെ US വ്യോമതാവളത്തിൽ നിന്ന് സൈനികരോട് മാറാൻ അമേരിക്ക നിർദ്ദേശം നൽകി. നിലവിലെ പ്രാദേശിക സംഘർഷങ്ങൾ കണക്കിലെടുത്ത് മുൻകരുതൽ എന്ന നിലയിലാണ് സൈനികരോട് മാറാൻ ആവശ്യപ്പെട്ടതെന്ന് ഖത്തറും പ്രതികരിച്ചു. US ആക്രമണത്തെ നേരിടാൻ സജ്ജമെന്നും ആക്രമിച്ചാൽ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ താക്കീത് ചെയ്തു. ഇറാനിൽ ഇടപെടാനുള്ള US നീക്കം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് റഷ്യയും ചൈനയും പ്രതികരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ സംസാരിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2400 കടന്നതായാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ദുബൈയിൽ നിന്ന് MCA നാസറും ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം MCAയിലേക്ക്. MCA, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ? ഇതിന് വളരെ വിപുലമായിട്ടുള്ള സൈനിക മുന്നൊരുക്കങ്ങളിലാണ് ഇപ്പോൾ ഇറാൻ ഏർപ്പെട്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ നടത്തുമെന്ന് ഇന്നും നിരവധി തവണയാണ് ഇറാനിലെ സൈനിക നേതൃത്വവും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം പിന്നിട്ട 3 ദിവസങ്ങളിലായിട്ട് സർക്കാർ അനുകൂലികളുടെ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ നടക്കുകയും സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭ പരിപാടികൾ വിവിധ പ്രവിശ്യകളിൽ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനേക്കാൾ ശക്തമായി തന്നെ സർക്കാർ അനുകൂലമായിട്ടുള്ള അമേരിക്കൻ വിരുദ്ധമായിട്ടുള്ള ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഇറാനിയൻ തെരുവുകൾ പൂർണ്ണമായിട്ടും മുഖരിതമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ 100-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരെ പിന്നെ കരുതിക്കൂട്ടി തന്നെ ഇസ്രായേൽ ഏജന്റുമാർ കൊലപ്പെടുത്തി എന്ന ഒരു ആഖ്യാനമാണ് ഭരണകൂടം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള വിലാപയാത്ര ഇന്ന് നടന്നു. ആയിരങ്ങളാണ് ആ വിലാപയാത്രയിൽ തെഹ്റാനിലും അതോടൊപ്പം തന്നെ മഷ്ഹദിലും കുമ്മിലും മറ്റ് തബ്രീസ് ഉൾപ്പെടെയുള്ള മറ്റ് പട്ടണങ്ങളിൽ നടന്ന വിലാപയാത്രകളിൽ സംബന്ധിച്ചത്. ഇത് ഒരു അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാക്കി ഇറാൻ ഭരണകൂടം വികസിപ്പിച്ചെടുക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രത്യക്ഷമായിട്ടുള്ള ഈ മുറവിളികളുടെ താല്പര്യം മറ്റു പലതുമാണ്. അത് ഇറാൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു തകർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് പിന്നെ ജനത ഒരിക്കലും തന്നെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത് എന്ന അഭ്യർത്ഥന
അഭ്യർത്ഥനകൾ കൊണ്ടുകൂടിയാണ് ഇറാൻ നേതൃത്വം ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 2400ഓളം പേർ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇറാൻ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വതന്ത്ര ഏജൻസികളോ നൽകിയിട്ടില്ല. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട സംഘടനകളും കൂട്ടായ്മകളും അതും വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരാണ് ഈ 2400-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന ഒരു ഔദ്യോഗിക ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ സൈന്യം പൂർണ്ണമായിട്ടുള്ള സജ്ജമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. തെഹ്റാൻ ഉൾപ്പെടെയുള്ള എല്ലാ നഗരങ്ങളിലും ഈ സുസജ്ജമായിട്ടുള്ള സൈനിക വിന്യാസം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അമേരിക്ക ഏത് രീതിയിൽ ഒരു ആക്രമണത്തിലേക്ക് നീങ്ങും എന്നത് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ട്രംപുമായിട്ട് നിരവധി തവണ പെന്റഗൺ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു. ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന്, പിന്നെ ഇറാന്റെ ആണവ പദ്ധതി, 2 ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള പദ്ധതി കേന്ദ്രങ്ങൾ, മറ്റൊന്ന് ഇറാനിലെ മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിൽ ആക്രമണം നടത്താനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം കൂടുതൽ വിപുലമായ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും ട്രംപ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെയും മിനിയാന്നുമൊക്കെയായി അദ്ദേഹം നിരന്തരമായിട്ട് സഹായം വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തു നിൽക്കണമെന്ന് തന്റെ പ്രക്ഷോഭകാരികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചന കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് മേഖലയിലും സുരക്ഷാ സംവിധാനങ്ങൾ വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് വിവിധ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ കേന്ദ്രങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ധന്യ. ശരി, MCA അബ്ബാസ് കൂടി ചേരുന്നുണ്ട്. അബ്ബാസ്, ഖത്തറിലെ US വ്യോമതാവളത്തിൽ നിന്ന് സൈനികരോടൊക്കെ മാറാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ സൈനിക മുന്നൊരുക്കം എങ്ങനെയാണ്? ദിവ്യ, അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് ഏതാനും സൈനികരോട് മാറാനാണ് നിർദ്ദേശിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. US-ന്റെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തുടനീളമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. അഥവാ ഏതാനും സൈനികരെ അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് മാറി നിൽക്കാൻ US നിർദ്ദേശിച്ചു എന്നായിരുന്നു വാർത്തയുണ്ടായിരുന്നത്. ഇതോടാണ് ഖത്തറിന്റെ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രതികരിച്ച പ്രകാരം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ പ്രസ്താവനയിൽ, ആ വാർത്താക്കുറിപ്പിലുള്ളത്. ഒന്ന്, ഇത് ഒരു റീജിയണൽ, ഇവിടെ പ്രാദേശികമായുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ഉള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ ഏതാനും സൈനിക ഉദ്യോഗസ്ഥരോട് ഇവിടെ നിന്ന് അൽ-ഉദൈദിൽ നിന്ന് മാറാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ രാജ്യത്തിന്റെ താമസക്കാരോടും അതുപോലെ പൗരന്മാരോടുമുള്ള സുരക്ഷയും അവരുടെ സുരക്ഷിതത്വവും അവരുടെ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമായി പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഒഫീഷ്യൽ ചാനൽ വഴി ഈ രാജ്യത്തെ ജനങ്ങളോടും അതുപോലെ സമൂഹത്തോടും ലോകത്തോടും പ്രതികരിക്കുമെന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാര്യം. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം, ഈ ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്ത വന്ന ഉടനെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ ഇവിടെ നിന്ന് സൈനികരോട് അൽ-ഉദൈദ് വ്യോമതാവളത്തിലെ സൈനികരോട് മൊത്തം മാറാനുള്ള നിർദ്ദേശം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഏതാനും സൈനിക ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കയിൽ നിന്ന്, ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അതോടുകൂടെ തന്നെ ഖത്തർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ഖത്തർ ഇക്കാര്യത്തിൽ എടുക്കുന്ന മധ്യസ്ഥ നീക്കങ്ങൾ കൂടി എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ US-നും അതുപോലെ ഇറാനുമിടയിൽ, ഈ 2 രാഷ്ട്രങ്ങൾക്കുമിടയിൽ, ടെഹ്റാനും വാഷിംഗ്ടണും ഇടയിൽ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യസ്ഥ നീക്കങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങൾ, സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു മിലിറ്ററി എസ്കലേഷൻ ഉണ്ടായാൽ അത് ഗൾഫ് മേഖലയിലുള്ള US വ്യോമതാവളങ്ങളെ ആക്രമിക്കാൻ ഇടയാക്കും, കാരണമാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അൽ-ഉദൈദ് വ്യോമതാവളത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. US-ലെ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ US മിലിറ്ററി ബേസ് ആണ് അൽ-ഉദൈദ്. ഈ അൽ-ഉദൈദിൽ ഏകദേശം 10,000-ഓളം US സൈനികർ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഖത്തറിന്റെ ഇടപെടൽ വളരെ നിർണായകമാണ്. ഖത്തർ എല്ലാ കാലത്തും
ആഗോളതലത്തിൽ മധ്യസ്ഥതയ്ക്ക് പേരുകേറ്റ രാഷ്ട്രമാണ്. ഈ ഒരു മീഡിയേഷൻ ഡിപ്ലോമസി തന്നെയാണ് ഈ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള US-ഉം അതുപോലെ ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഈ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നത് ഒമാനാണ്. ഈ ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണ നൽകുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്നുണ്ടായ സംഭവ വികാസം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രസ്താവനകൾ കൊണ്ട് ഒരു ടെൻഷൻ ഒക്കെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഖത്തർ ഈ സംഘർഷത്തെ ഇല്ലാതാക്കാനുള്ള നയതന്ത്ര മാർഗത്തിലൂടെ ഈ സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനുമായും അതുപോലെ വാഷിംഗ്ടണുമായും ഖത്തർ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ദിവ്യ അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. താജ് ആലുവ ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ താജ് ആലുവ. പിന്നോട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപ് പിന്മാറാനുള്ള സാധ്യത നിർദ്ദേശങ്ങൾ നൽകിയത് കണക്കാക്കുമ്പോൾ യുദ്ധത്തിലേക്ക് എന്ന ഭീതിയാണോ ആശങ്കയാണോ പടരുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾ ഒരർത്ഥത്തിൽ വലിയ ആശങ്കയിലും അതുപോലെ തന്നെ ഭീതിയിലുമാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ തുടർച്ചയായ പ്രസ്താവനകൾ ഇറാനെ പൂർണ്ണമായിട്ടും അടിക്കും, ഇറാനെതിരെ ഇറാൻ ഭരണകൂടത്തെ മാറ്റും, ഒരു റെജിം ചേഞ്ച് എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പല രൂപത്തിലായി നടക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇറാന്റെ പ്രതികരണം, ഞങ്ങൾ അമേരിക്കയുടെ എല്ലാ മിലിറ്ററി ബേസുകളും ആക്രമിക്കും, അമേരിക്കൻ താല്പര്യങ്ങളെ ആക്രമിക്കും, ഇറാനെ ആക്രമിക്കാൻ ഏതെങ്കിലും രാജ്യത്തെ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉപയോഗപ്പെടുത്തുന്ന ബേസുകളൊക്കെ ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഇറാന്റെ പ്രസ്താവനകളും വാസ്തവത്തിൽ ഈ പറഞ്ഞ ഭീതിക്ക് ഒരു കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നത് പോലെ ട്രംപിന്റെ കാര്യത്തിൽ നമുക്ക് പ്രവചിക്കുക സാധ്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ് ഈ ഇറാനെ ആക്രമിച്ച് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക, പുതിയൊരു ഇസ്രായേലിന് അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇറാനിൽ സംജാതമാക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രത്യേകിച്ചും അത് ഇസ്രായേലിന് ഗുണം ചെയ്യുക സിറിയയിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെയും മറ്റും എതിർപ്പുകൾ വരുന്നത് തടയാനും ഹൂത്തികളുടെ സ്വാധീനത്തെ കുറക്കാനും, അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ബഹുമുഖ ലക്ഷ്യങ്ങളാണ് ഇറാനിലെ ഭരണകൂട മാറ്റം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ മാസങ്ങളായി നെതന്യാഹു ട്രംപിനെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇറാന് ഒരു രണ്ടാമതൊരു ആക്രമണം കൂടി ഈ വർഷം നടത്തണം എന്നുള്ളതാണ്. 2026 മുമ്പ് തന്നെ അങ്ങനെ ഒരു വാർത്തയും അങ്ങനത്തെ ഒരു ശക്തമായ അഭ്യൂഹവും നിലനിന്നിരുന്നു. 2026 തുടക്കത്തിൽ തന്നെ US ഇറാൻ ആക്രമിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രക്ഷോഭങ്ങളുടെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള നിഗൂഢ ലക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോ ഇതിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, തുർക്കി, അതായത് അമേരിക്ക ഇറാനെ ലക്ഷ്യമിട്ടാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ടെഹ്റാൻ അതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ എത്രത്തോളം സജ്ജരാകണം അറബ് കൺട്രീസ് എന്നാണ് കരുതുന്നത്, എത്രത്തോളം സജ്ജരാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം തന്നെ അമേരിക്കയുടെ ഈ മുന്നറിയിപ്പിനെ, അതായത് ഇറാനിലുള്ളവർക്കും മറ്റുമൊക്കെയായി നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്? മേഖലയിലെ രാജ്യങ്ങൾ ആ അർത്ഥത്തിൽ ഒരു പ്രത്യേകമായ ഏതെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ട് വല്ല വാർത്തകളും അങ്ങനെ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ പ്രധാനമായിട്ടും ഇപ്പോ ഈ രാഷ്ട്രങ്ങൾ, ഇപ്പൊ ഖത്തറാകട്ടെ ഒമാൻ ആകട്ടെ ഒക്കെ മുൻഗണന കൊടുക്കുന്നത് അമേരിക്കയെ ഈ വിഷയങ്ങളിൽ ഒരു അമേരിക്കൻ നിലപാട് മയപ്പെടുത്തുക, ഒരു ആക്രമണം ഒഴിവാക്കുക, പരസ്പരമുള്ള ഒരു സംഘർഷം ഒഴിവാക്കുക എന്ന ഒരു വിഷയത്തിലാണ് വാസ്തവത്തിൽ ഈ രാജ്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ആക്രമണം ഉണ്ടായാൽ എല്ലാവർക്കും നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ. അപ്പോ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് മറ്റു രാജ്യങ്ങളെയും അതുപോലെ തന്നെ മൊത്തം മേഖലയെയും
ഒക്കെ ബാധിക്കും. പ്രത്യേകിച്ച് പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഷിപ്പുകളെ ആക്രമിക്കും എന്ന് പറയുന്നത് കപ്പൽ ഗതാഗതത്തെ കാര്യമായി ബാധിക്കും. ഈ രാജ്യങ്ങളുടെയൊക്കെ വരുമാന മാർഗമായിട്ടുള്ള എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ കയറ്റുമതി അതിനെയൊക്കെ ഗുരുതരമായി ബാധിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമാവുക. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഒഴിവാക്കുക എന്നതാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ നിലപാട്. പക്ഷെ അതേസമയം ഇറാനെ സംബന്ധിച്ച് അവർ ആശങ്കിക്കുന്ന അത്രത്തോളം, അതായത് ഏതെങ്കിലും സിവിലിയൻ കേന്ദ്രങ്ങളോ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയകളോ അങ്ങനെയൊന്നും ആക്രമിക്കപ്പെടും എന്നാർക്കും ആ അർത്ഥത്തിൽ ആശങ്കയില്ല. കാരണം അമേരിക്കൻ ടാർഗറ്റുകളാണ് ആക്രമിക്കുക എന്നതാണ്, അമേരിക്കൻ ബേസുകളാണ് ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ്. അതിന് ഞങ്ങൾ സജ്ജമാണ്, ഏതർത്ഥത്തിലും അത്തരത്തിലുള്ള, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ഞങ്ങൾ ആക്രമണം നടത്തും എന്നൊക്കെ വളരെ സുപ്രധാനമായ ഇറാനി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കളുടെ, ഉന്നത നേതാക്കളുടെ ഒക്കെ പ്രസ്താവനകൾ ആ നിലക്കാണ് വരുന്നത്. സ്വാഭാവികമായും ഈ ഒരു സംഘർഷം സമാധാനപരമായി പരിഹരിക്കുക, ഇറാനുമായി സംഭാഷണം നടത്തുക, അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ ഇതിന് പ്രേരിപ്പിക്കുക, ഈ സംഘർഷത്തെ ലഘൂകരിക്കാനും അതിനെ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ടിലൂടെ ഇതിനെ പരിഹരിക്കാനും സമാധാന പ്രക്രിയയിലേക്ക് പോകാനുമുള്ള ഒരു ശ്രമത്തിന് തന്നെയാണ് ഈ മേഖലയിലെ രാജ്യങ്ങൾ ഊന്നൽ നൽകുന്നത്. അതിനുള്ളൊരു സാധ്യത, അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്ക അതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ ആ രീതിയിൽ വന്നിരുന്നു. പക്ഷേ ഇറാൻ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതുണ്ട്. ഇപ്പം അബ്ബാസ് അരാഗ്ചി വിദേശകാര്യമന്ത്രിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെയാണ്, അമേരിക്കയെ പറയുന്നതിനപ്പുറത്തേക്ക് ഇസ്രായേൽ എപ്പോഴും സ്വന്തം പേരിൽ യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ അമേരിക്ക എന്തെങ്കിലും ഒരു മൂവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് തിരിച്ചടിക്കാം എന്നുള്ള പദ്ധതിയിൽ തന്നെയാണ് ഇറാൻ നിൽക്കുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഇസ്രായേലാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മൈക്ക് പോംപിയോ, അമേരിക്കയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ നടത്തിയ ഒരു ട്വീറ്റ്, ഈ സംഘർഷമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ഒരു ട്വീറ്റിൽ ടെഹ്റാനിൽ മൊസാദ് ഏജന്റുകൾ വിഹരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ട്വീറ്റ്. അതിന്റെ അർത്ഥം ഈ വളരെ നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ചാര പ്രവർത്തനം ടെഹ്റാനിൽ സജീവമാണ്. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ അക്രമാസക്തമാക്കുന്നതിൽ ഇസ്രായേൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം, മൊസാദ് ഏജന്റുകൾ അവരുടെ ചാരന്മാരെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ പ്രധാന പരിഗണന കൊടുത്തത് ഇത്തരം ഏജന്റുകളുടെ നെറ്റ്വർക്കുകളെ തകർക്കുക, അവരെ പരിപൂർണമായും ഇല്ലാതാക്കുക എന്നതിലാണ്. പക്ഷെ എന്നാൽ പോലും നിരന്തരമായി ഇസ്രായേലിന് അത് സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനിന്റെ പല രൂപത്തിൽ അവിടെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താനും, പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭത്തെ ഇത്രമാത്രം അക്രമാസക്തമാക്കി 100-ലധികം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ, ഇറാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വകവരുത്തുന്നതിലേക്ക് നയിച്ച സംഭവങ്ങളുടെ പിന്നിൽ ശക്തമായ ഇസ്രായേലിന്റെ പങ്ക് ഇറാൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ മുൻനിർത്തി ഇസ്രായേൽ ചെയ്യുന്നത്, വാസ്തവത്തിൽ ഇസ്രായേൽ കളിക്കുന്ന ആ കളിയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അതായത് അമേരിക്കയാണ് ആക്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക, അമേരിക്കയെ ആക്രമിക്കുന്നതിലൂടെ, അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നതിലൂടെ തങ്ങളെ ഇറാൻ ആക്രമിക്കാതിരിക്കാനുള്ള എല്ലാ കവറും ചെയ്യുക. പക്ഷെ ഈ ഒരു കളിയെ സംബന്ധിച്ച് ഇറാൻ വളരെ കൃത്യമായ ധാരണയിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും, ഇസ്രായേലിന്റെ ടാർഗറ്റുകൾ ആക്രമിക്കും എന്ന തരത്തിൽ വളരെ ശക്തമായ പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മാത്രം മാത്രമല്ല ഈ ട്രംപിന്റെ ട്വീറ്റ്, ഇപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ടുള്ള ട്രംപിന്റെ ട്വീറ്റ്, ആക്രമണം തുടരൂ, നിങ്ങൾക്കുള്ള സഹായം പുറകെ വരുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള ട്വീറ്റ്, അത് എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇറാനെ എന്നുള്ളത് കൂടിയാണ്. അതായത് കഴിഞ്ഞ ദിവസത്തെ റാലി നമ്മൾ കണ്ടു, ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയാണ്, ഇറാൻ അനുകൂല റാലി, അതായത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടത്തിയിരിക്കുന്ന റാലി കണ്ടു. അപ്പം ആ രീതിയിൽ മറ്റൊരു പ്രക്ഷോഭം കൂടി അവിടെ നടക്കുമ്പോൾ എന്താണ് ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്, സാധാരണ ജീവിതം ഏത് തരത്തിൽ ദുരിതത്തിലാകും എന്നുള്ളതൊന്ന്. മറ്റൊന്ന്, ട്രംപിന്റെ ഈ ട്വീറ്റുകളും ട്രംപിന്റെ ഈ പറയുന്ന പ്രോത്സാഹിപ്പിക്കലുമൊക്കെ അതെങ്ങനെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? അതായത് ഇറാൻ ജനതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ അധിക ഭൂരിപക്ഷം 80 മില്യൺ ജനങ്ങളുള്ളതിൽ ഭൂരിപക്ഷവും ഭരണകൂടത്തോടൊപ്പം തന്നെയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ ഈ പ്രതിഷേധക്കാരെ നമ്മൾ എടുത്താൽ അവരുടെ എണ്ണം 10,000 കവിയും എന്ന് തോന്നുന്നില്ല. അതാണ് മിക്കവാറും എല്ലാ റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കുന്നത്. ഒരു നിഷ്പക്ഷമായ ഒബ്ജക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സുപ്രധാനമായ സംഗതി അതാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തോട് പല രൂപത്തിൽ എതിർപ്പുള്ള ആളുകളുണ്ട്. അനുകൂലിക്കുന്നവരിൽ തന്നെ ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളോട്, അവിടുത്തെ അഴിമതിയോട്, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ വിദേശ ഇടപെടലുകളോടൊക്കെ എതിർപ്പുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശ രാജ്യങ്ങൾക്ക് ഒരു ആയുധം വച്ചു കൊടുക്കുന്നതിന് പല ജനങ്ങളും, ഭൂരിപക്ഷം ജനങ്ങളും, വേണമെങ്കിൽ നമുക്ക് പറയാം 95% ജനങ്ങളും അതിനെ അനുകൂലിക്കുന്നില്ല.
ഇപ്പോൾ ട്രംപ് സഹായം എത്തിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം ട്രംപിന് ഇറാനിലെ ജനതയെ രക്ഷിക്കണം എന്ന രൂപത്തിലുള്ളതല്ല എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ ലക്ഷ്യം ഇറാൻ അസ്ഥിരപ്പെടുത്തുക, ഇറാന്റെ ഭരണകൂടത്തെ മാറ്റിക്കൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുക. മേഖലയിൽ ഇസ്രായേലിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി ഈ സെസേഷൻ എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളെയും ഭിന്നിപ്പിക്കുക, അവിടെയൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാക്കി മാറ്റുക. സിറിയയിൽ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലബനാനിൽ അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ യമനിലും ഇപ്പോ പല രൂപത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇറാനെയും അവിടുത്തെ കുർദ് ന്യൂനപക്ഷത്തെ അതുപോലെ തന്നെ മറ്റ് പല വംശീയ ന്യൂനപക്ഷങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരിൽപ്പെട്ട ഇസ്രായേലിന് സഹായിക്കാൻ തയ്യാറുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനിന്റെ പൊതു സുരക്ഷയെയും അതുപോലെ തന്നെ ഇറാൻ പൊതുസമൂഹത്തിന്റെ പ്രത്യേകിച്ച് ഭരണത്തെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നടപടികളിലാണ് ഇസ്രായേൽ മുൻഗണന നൽകുന്നത്. ആ അർത്ഥത്തിലുള്ള സഹായമാണ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ട്രംപിന് ഇറാൻ ജനതയെ സഹായിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം വളരെ എളുപ്പമാണ്, ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കിക്കളയുക. ഇറാൻ ഭരണകൂടം എന്തുകൊണ്ട് അമേരിക്കൻ മുതലാളിത്തത്തെ എതിർക്കുന്നു, അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർക്കുന്നു എന്നുള്ളത് അതൊരു ഐഡിയോളജിക്കൽ നിലപാടാണ്. ആ ഐഡിയോളജിക്കൽ നിലപാടിന്റെ പേരിൽ മൊത്തം രാജ്യത്തെ ജനങ്ങളെയും ശിക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഭരണകൂടം ഇപ്പോ ഇതാ നിങ്ങൾക്ക് സഹായം എത്തും എന്ന് വളരെ ഉടനെ തന്നെ സഹായം എത്തുമെന്ന് പറയുന്നതിലെ കാപട്യം അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഏതർത്ഥത്തിലും ഇപ്പോ ഈ സാമ്പത്തികമായ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടി നിൽക്കുമ്പോൾ പോലും ട്രംപ് ഉപരോധം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കൂട്ടുന്നു, UK അതിനനുസരിച്ച് പ്രമേയം പാസാക്കുന്നു, ജർമ്മനി മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇതുവരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു വംശഹത്യ യുദ്ധത്തിന് പിന്തുണച്ച എല്ലാവരും ഇപ്പൊ മനുഷ്യാവകാശത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും ജനങ്ങളുടെ കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അതിലെ ഒരു ഇരട്ടത്താപ്പ് അതാണ് നമ്മൾ വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ഇറാൻ ജനതയോടുള്ള താല്പര്യമോ അവരെ രക്ഷിക്കാനുള്ള ഒരു മോഹമോ അല്ല, മറിച്ച് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യം. അതിന് ഇറാൻ ജനതയിൽപ്പെട്ട പല വിഭാഗങ്ങളെയും കരുക്കളാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് വാസ്തവത്തിൽ. അതുകൂടിയാണ് വ്യക്തമാകുന്നത്. താങ്ക് യു ശ്രീ താജ് ആലുവ ഈ സമയത്ത് പ്രതികരിച്ചതിന്. സൗദി അറേബ്യ കഴിഞ്ഞ വർഷം ടൂറിസം മേഖലയിൽ 10 ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി ടൂറിസം മന്ത്രി. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന സുപ്രധാന മേഖലയായി ടൂറിസം മാറി. 2030 ദേശീയ GDP-യുടെ 10% ടൂറിസം മേഖലയിൽ നിന്നായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2025 അവസാനത്തോടെ സൗദി അറേബ്യയുടെ ടൂറിസം മേഖല 10 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖാത്തിബ് പറഞ്ഞു. ടൂറിസ്റ്റുകൾക്കുള്ള ആതിഥ്യം, യാത്രാ സേവനങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ ഒരുക്കൽ, ഗതാഗതം, അനുബന്ധ വ്യവസായങ്ങൾ എന്നീ മേഖലകളിലായാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ GDP-യുടെ 5 മുതൽ 6% വരെ ടൂറിസം മേഖലയിൽ നിന്നുള്ള വരുമാനമാണ്. 2030 ഇത് 10% ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2024 സൗദി അറേബ്യ 116 ദശലക്ഷം ആഭ്യന്തര അന്തർദേശീയ സന്ദർശകരെയാണ് സ്വീകരിച്ചത്. 2025 ഇത് ഉയർന്നിട്ടുണ്ട്. ടൂറിസത്തിന്റെ സ്വാധീനം സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ട്. സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം, ചെറുകിട ഇടത്തരം ബിസിനസ്സുകളുടെ വളർച്ച, ചരിത്രപ്രധാന സ്ഥലങ്ങളുടെ പുനരുജ്ജീവനം എന്നിവ അതിൽ ഉൾപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ ട്രെയിനുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. 5 കോടിക്കടുത്ത് യാത്രക്കാരാണ് സേവനം ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷത്തെ അവസാന പാദത്തിലേതാണ് കണക്ക്. പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സൗദിയിലെ വിവിധ വിഭാഗങ്ങളിലായുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്തത് 4.6 കോടി യാത്രക്കാരെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം 4-ാം പാദത്തിലേതാണ് കണക്ക്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 199%-ന്റേതാണ് വളർച്ച. കൈകാര്യം ചെയ്ത ചരക്കിലും ഇത്തവണ വർധനയാണ്. 40 ലക്ഷം ടണ്ണിലധികം ചരക്കുകളാണ് കൈകാര്യം ചെയ്തത്. റിയാദ് മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനവാണ്. 3.2 കോടി യാത്രക്കാർ റിയാദ് മെട്രോ ഉപയോഗപ്പെടുത്തിയെന്നാണ് കണക്ക്. ഇന്റർസിറ്റി ട്രെയിനുകളിൽ 29 ലക്ഷത്തിലധികം യാത്രക്കാരും ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേയിൽ 23 ലക്ഷം യാത്രക്കാരും ഇക്കാലയളവിൽ സഞ്ചരിച്ചെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. 2027 സ്പാനിഷ് സൂപ്പർ കപ്പിന് വേദിയാകാൻ ഖത്തർ. ജനുവരി-ഫെബ്രുവരി മാസങ്ങളിലാകും ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുക. സൗദിക്ക് പകരമാണ് ഖത്തർ സൂപ്പർ കപ്പിന് ആതിഥേയത്വം വഹിക്കുക.
സ്പാനിഷ് റേഡിയോ സ്റ്റേഷനായ കോപ്പയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് റാഫേൽ ലൂസനാണ് അടുത്ത വർഷത്തെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. സൂപ്പർ കപ്പ് നടക്കുന്ന സൗദി അറേബ്യയിൽ ഏഷ്യൻ കപ്പ് വരുന്ന സാഹചര്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് ഖത്തറിലേക്ക് മാറ്റുന്നത്. 2020 മുതൽ സൗദിയാണ് സൂപ്പർ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ലാലീഗ, കോപ്പ ഡെൽറേ ചാമ്പ്യൻഷിപ്പുകളിലെ വിജയികളും റണ്ണറപ്പുകളുമാണ് സ്പാനിഷ് സൂപ്പർ കപ്പിൽ പന്ത് തട്ടുക. റയൽ മാഡ്രിഡിനെ കീഴടക്കി ബാഴ്സലോണയാണ് ഈ വർഷത്തെ കിരീടം സ്വന്തമാക്കിയത്. അറബ് കപ്പിനും അണ്ടർ 17 ലോകകപ്പിനുമൊപ്പം ഖത്തറിലെ ആരാധകർക്ക് കാൽപന്തിന്റെ മറ്റൊരു വിരുന്നാകും സ്പാനിഷ് സൂപ്പർ കപ്പ്. മീഡിയ 1 ദോഹ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ തിരക്ക് നിയന്ത്രിക്കാൻ സ്മാർട്ട് സംവിധാനം പൂർണ്ണ സജ്ജമായി. ജനത്തിരക്ക് മുൻകൂട്ടി മനസ്സിലാക്കി തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സംവിധാനത്തിനാകും. റമദാന്റെ മുന്നോടിയായി സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മക്ക ഹറമിൽ തിരക്ക് നിയന്ത്രിക്കാനാണ് സ്മാർട്ട് സംവിധാനം ഒരുക്കിയത്. സ്മാർട്ട് കൗണ്ടിംഗ് രീതിയിലൂടെ ഫീൽഡ് ടീമുകൾക്ക് തത്സമയം വിവരങ്ങൾ നൽകുന്ന രീതിയിലാണ് പ്രവർത്തനം. ഇതുവഴി ജനത്തിരക്ക് മുൻകൂട്ടി മനസ്സിലാക്കി തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനാകും. ഹറമിനകത്തെ തിരക്ക് മുൻകൂട്ടി മനസ്സിലാക്കി തീർത്ഥാടകരെ വിവിധ നിലകളിലേക്കും മുറ്റങ്ങളിലേക്കും ഇടനാഴികളിലേക്കും തിരിച്ചുവിടും. ഇതുവഴിയാണ് തിരക്ക് കുറക്കാൻ സാധിക്കുക. ഇരു ഹറമുകളിലും എത്തുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച സേവനവും സൗകര്യവും നൽകുന്നതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. റമദാന് മുന്നോടിയായി കൂടുതൽ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുഹറംകാരി വിഭാഗം. സാബിത് സലീം, മീഡിയ 1 മക്ക. കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഏകീകൃത സർക്കാർ ആപ്പ് സഹൽ വഴി പുതിയ റെസിഡൻസ് നോട്ടിഫിക്കേഷൻ സേവനം ആരംഭിച്ചു. പുതിയ ലീസ് കരാർ രജിസ്റ്റർ ചെയ്യുന്ന ഉടനെ ഉപഭോക്താക്കൾക്ക് അറിയിപ്പ് ലഭിക്കുന്ന രീതിയിലാണ് സംവിധാനം. രജിസ്റ്റർ ചെയ്ത ലീസ് കരാർ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ സഹൽ ആപ്പിലെ റിമോട്ട് റെസിഡന്റ് സേവനം ഉപയോഗിക്കാമെന്ന് PACA അറിയിച്ചു. അല്ലെങ്കിൽ സഹായത്തിനായി പാസി ആസ്ഥാനം നേരിട്ട് സന്ദർശിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിയുടെ 5 പ്രവിശ്യകളിൽ ഇന്ന് പൊടിക്കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മക്കയിലും അസീറിലും മൂടൽമഞ്ഞ് ശക്തമാകും. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് ആർട്ടിക് ശൈത്യ തരംഗം തുടങ്ങിയതോടെ തണുപ്പും ശക്തമായി. സൗദിയിലെ 5 പ്രവിശ്യകളിൽ ഇന്ന് പൊടിക്കാറ്റ് വീശാനുള്ള സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മദീന, തബൂക്ക്, അൽജൗഫ്, വടക്കൻ അതിർത്തികൾ, ഹാഇൽ എന്നിവിടങ്ങളിലാണ് പൊടിക്കാറ്റ് വീശുക. കാറ്റുമൂലം താപനില കുറയുമെന്നും ദൂരക്കാഴ്ച പ്രയാസകരമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. മക്ക, അൽബഹ, അസീർ, ജീസാൻ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. മക്കയിലെ മലയോര മേഖലയിലും അസീറിലെ അബഹ, കമീഷ് മുഷൈത്ത് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞും ശക്തമാവും. ഇന്ന് ഇവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആർട്ടിക് ശൈത്യം തുടങ്ങിയതോടെ തണുപ്പും 0 ഡിഗ്രിയിലേക്ക് താഴും. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. പൊടിക്കാറ്റും മേഘാവൃതമായ കാലാവസ്ഥയും തുടരുന്നതിനാൽ കുവൈറ്റിൽ ചില പ്രദേശങ്ങളിൽ കാഴ്ചാ പരിമിതി കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വൈകുന്നേരത്തോടെ പൊടിയുടെ തീവ്രത കുറയുകയും ഇന്ന് രാത്രി സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രവചനം. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 10 മുതൽ 35 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശാൻ സാധ്യതയുണ്ടെന്നും ഇത് അടുത്ത ദിവസങ്ങളിൽ തുടരാമെന്നും അറിയിച്ചു. താപനില 2 ഡിഗ്രി വരെ എത്താമെന്നും മുന്നറിയിപ്പുണ്ട്. സുൽത്താൻ ഹൈതം സിറ്റിയിൽ ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ തറക്കല്ലിട്ടു. ചാൻസലർ ഡോക്ടർ P. മുഹമ്മദ് അലിയുടെ സാന്നിധ്യത്തിൽ ഭവന നഗര ആസൂത്രണ മന്ത്രി ഡോക്ടർ ഗൽഫാൻ ബിൻ സയ്യിദ് അൽ ഷുവൈലിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സുൽത്താൻ ഹൈതം സിറ്റിയിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ഭവന നഗരാസൂത്രണ മന്ത്രി ഡോക്ടർ ഗൽഫാൻ ബിൻ സയ്യിദ് അൽ ഷുവൈലിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. 31,200 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ക്യാമ്പസിന് ഒരേ സമയം 2,435 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാനാകും. അഡ്വാൻസ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അത്യാധുനിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഭരണനിർവഹണ വിഭാഗങ്ങൾ എന്നിവ സജ്ജീകരിക്കുന്ന രീതിയിലാണ് ക്യാമ്പസ് സംവിധാനിച്ചിരിക്കുന്നത്. ഒമാന്റെ തനിമയും ആഗോള നിലവാരത്തിലുള്ള ആധുനിക വാസ്തുവിദ്യയും സമന്വയിപ്പിച്ചാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്യുക. ഹൈതം സിറ്റിയിൽ നിർമ്മാണത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ സർവകലാശാല പദ്ധതിയാണിത്. അതേസമയം ഹൈതം സിറ്റിയിൽ വിവിധ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. മീഡിയ 1 മസ്കത്ത്. അഫ്ഗാനിസ്ഥാന് സൗദിയുടെ സഹായം. കിങ് സൽമാൻ റിലീഫ് സെന്ററിന് കീഴിലാണ് സഹായ വിതരണം നടത്തിയത്. ഫരിയ പ്രവിശ്യയിലെ അനാഥർ, കുടിയൊഴിപ്പിക്കപ്പെട്ടവർ, പലായനം ചെയ്ത് തിരികെ എത്തിയവർ എന്നിവർക്കാണ് സഹായം. 3000-ഓളം ആളുകൾക്ക് ഭക്ഷ്യകിറ്റുകളും അവശ്യ സാധനങ്ങളും വിതരണം നടത്തി. അഫ്ഗാനിസ്ഥാനിലെ
2026 ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എമർജൻസി സപ്പോർട്ട് പ്രൊജക്ടിന്റെ ഭാഗമായാണ് സഹായ വിതരണം. ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലായ INSV കാണ്ടിന്യ മസ്കറ്റിലെത്തി. പോർബന്തറിൽ നിന്നാണ് കപ്പലിന്റെ സമുദ്രയാത്ര ആരംഭിച്ചത്. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമുദ്ര സാംസ്കാരിക ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ് പരമ്പരാഗതമായി നിർമ്മിച്ച ഈ കപ്പൽ. മത്രയിലെ സുൽത്താൻ കാബൂസ് തുറമുഖത്തെത്തിയ INSV കൗണ്ടിന്യയെ ഇന്ത്യയുടെ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സനോവാലിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പരമ്പരാഗത ഒമാനി വള്ളങ്ങളുടെ അകമ്പടിയോടെ വാട്ടർ സല്യൂട്ട് നൽകിയായിരുന്നു ഗംഭീര സ്വീകരണം. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയത്തിലെ ടൂറിസം അണ്ടർ സെക്രട്ടറി അസാൻ അൽ ബുസൈദി, ഒമാൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ കപ്പലിനെ സ്വീകരിക്കാനെത്തി. ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഒമാനി സാംസ്കാരിക പരിപാടികളും അരങ്ങേറിയിരുന്നു. Having built it, we put it in the water about a year ago, and then it was taken into the Navy as INSV Kaundinya. The name, by the way, has some significance. Kaundinya is the first Indian mariner of whom we know of by name. ഇന്ത്യ ഒമാൻ നയതന്ത്രബന്ധത്തിന്റെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കപ്പൽ ഒമാനിലെത്തിയത്. അജന്ത ഗുഹാചിത്രങ്ങളിൽ കാണുന്ന 5ാം നൂറ്റാണ്ടിലെ കപ്പലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് INSV കൗണ്ടിന്യ നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക ആണികളോ ലോഹബന്ധങ്ങളോ ഉപയോഗിക്കാതെ പുരാതന ഇന്ത്യൻ കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. ദുബൈയിൽ മികച്ച വിന്റർ ഡെസ്റ്റിനേഷനായി മാറി MOTB. ഫുഡും ഫാഷനും സംഗീതവുമെല്ലാം ഒന്നിക്കുന്ന മികച്ച ഔട്ട്ഡോർ സ്പോട്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി യുവാക്കളുടെ പ്രിയപ്പെട്ട ഇടമായി മാറി. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരിടമാണിത്. കുടുംബങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്ന ഒരിടം. MOTB അഥവാ മാർക്കറ്റ് ഔട്ട് ഓഫ് ദി ബോക്സ്. ഷോപ്പിംഗും ഭക്ഷണവും സംഗീതവും എല്ലാം കൂടിച്ചേരുന്ന ഒരു ഫെസ്റ്റിവലാണ് MOTB. മറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളിൽ നിന്നും MOTB വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു യൂത്ത്ഫുൾ, കളർഫുൾ ആംബിയൻസ് ആണ്. ഡ്രസ്സുകൾ, ഫാഷൻ ആക്സസറീസ്, ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകൾ തുടങ്ങിയവയുടെ വലിയ ബ്രാൻഡുകൾക്കൊപ്പം ചെറിയ സംരംഭകരെ അല്ലെങ്കിൽ വലിയ ആശയങ്ങൾക്കുള്ള, പുതുമുഖ ആശയങ്ങൾക്കുള്ള ഒരിടം കൂടിയാണ് ഇവിടെ. And Ryoko, we are a homegrown brand. We started here in Dubai originally as a travel accessories brand, and we've branched out to vintage sunglasses and more recently clothing as well. So how this festival MOTB helping your brand? Our products and everything to travel with you. It's just like MOTB. It's a place for traveling, for people to come enjoy. So I think that is a very great fit for it. MOTBയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് യുവാക്കളെയാണ്. ഒരു യൂത്ത്ഫുൾ ആംബിയൻസ് ആണ് ഇവിടെ മുഴുവൻ കാണാൻ പറ്റുക. ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ബഞ്ച് ഓഫ് ഗേൾസ് ഉണ്ട്. ഇവിടെ ഷാർജ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാണ്. ഹായ്, എന്താ പേര്? ഷെസ്ഫ. ഇവിടെ ഷാർജ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. യെസ്, നമ്മൾ ബയോടെക്നോളജി പഠിക്കാണ്. ആൻഡ് നമ്മൾ ഡിഫറെന്റ് മേജേഴ്സ് ആണ്. ബട്ട് വി തോട്ട് വിൽ എൻജോയ്, ഒന്ന് റിലാക്സ് ചെയ്യാൻ. നല്ല സ്കൈ ലൈൻ ഒക്കെ അല്ലേ, ബ്യൂട്ടിഫുൾ സ്പോട്ട്, ബ്യൂട്ടിഫുൾ ഫ്രീബീസ് ആൻഡ് എക്സൈറ്റ്മെന്റ്. സോ വി കേം ഹിയർ. ഇപ്പോൾ ഷാർജയിൽ നിന്ന് വരാണ് ഈ ഒരു സ്പോട്ടിലേക്ക്. യെസ്, നമ്മളെല്ലാവരും കാർപൂൾ ചെയ്ത് ഒരു സ്പോട്ടിൽ മീറ്റ് ചെയ്ത് വന്നു. ഇവിടെ കുറെ ഫ്രീബീസ് ഉണ്ട്. ഇവിടെ കുറെ ഫോട്ടോ ബൂത്ത്സ് ഉണ്ട്. ഫോട്ടോ ബൂത്ത് ഞാൻ അതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അത് ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ വന്നതാണ്. സിസ്റ്റേഴ്സിൻ്റെ കൂടെ നല്ല രസമുണ്ടായിരുന്നു. യൂത്തിന്റെ ആശയങ്ങളും സ്വപ്നങ്ങളും വൈബും ട്രെൻഡുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. 31ാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മാർക്കറ്റ് ഔട്ട് ഓഫ് ദ ബോക്സിൽ വന്നാൽ യൂത്തിന് എത്രമാത്രമാണ് ഈ രാജ്യം പ്രാധാന്യം നൽകുന്നത് എന്ന് കാണാനായി സാധിക്കും. ക്യാമറമാൻ യാസർ അർഫത്തിനൊപ്പം ഷെസ്ന ഫർസീൻ, മീഡിയ 1, ദുബായ്. ഒമാന്റെ തലസ്ഥാന നഗരയ്ക്ക് ഉത്സവരാവുകൾ സമ്മാനിക്കുന്ന മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു. ജനുവരി 1 തുടക്കം കുറിച്ച ഫെസ്റ്റിവലിൽ 10 ദിവസത്തിനിടെ എത്തിയത് 6 ലക്ഷത്തിലധികം സന്ദർശകരാണ്. ഗുറം നാച്ചുറൽ പാർക്ക്, അമിരാത്ത് പാർക്ക് എന്നിവിടങ്ങളിലാണ് കൂടുതൽ സന്ദർശകരെത്തിയത്. 8 വേദികളിലായി ജനുവരി 31 വരെ തുടരുന്ന മസ്കറ്റ് നൈറ്റ്സിന് ഓരോ ദിവസവും പ്രിയമേറുകയാണ്. 10 ദിവസത്തിനിടെ വിവിധ ഫെസ്റ്റിവൽ വേദിയിലെത്തിയത് 6 ലക്ഷത്തിലധികം പേരാണെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നു. ഓരോ ഇടങ്ങളിലേക്കും ജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്.
ഓരോ ദിവസവും വ്യത്യസ്തത കൊണ്ടുവരുന്നതിലും സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വീക്കെൻഡിൽ മസ്കത്തിലെ പ്രവാസികളായ മലയാളി കുടുംബങ്ങളുടെ ആദ്യ ചോയ്സ് മസ്കറ്റ് നൈറ്റ്സ് വേദി തന്നെയാണ്. നേരിട്ട് ഫെസ്റ്റിവൽ നഗരിയിൽ എത്തുന്നവർക്ക് പുറമെ ഡിജിറ്റൽ ഇടങ്ങളിലും മസ്കറ്റ് നൈറ്റ്സിന്റെ ശക്തമായ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആകെ 9.4 ദശലക്ഷത്തിലധികം പേർ മസ്കറ്റ് നൈറ്റ്സിന്റെ ഭാഗമാകുന്നു. മുൻ പതിപ്പുകളെ അപേക്ഷിച്ച് ഫെസ്റ്റിവലിന്റെ ഓൺലൈൻ സ്വീകാര്യതയിൽ വ്യക്തമായ വർധനവ് രേഖപ്പെടുത്തിയെന്നും സംഘാടകർ പറയുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. സ്വന്തം ജീവൻ പണയം വെച്ച് കാർ യാത്രക്കാരന് രക്ഷകനായി ബഹ്റൈൻ പൗരൻ. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്കുണ്ടായ അപ്രതീക്ഷിത ദേഹാസ്വാസ്ഥ്യം ഒരു വലിയ അപകടമായി മാറേണ്ടിയിരുന്ന ഘട്ടത്തിലായിരുന്നു മാതൃകാപരമായ ഇടപെടൽ. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു, വയ്യാതെയാകുന്നു. കാർ നിയന്ത്രണം വിട്ട് വലിയ അപകടത്തിലേക്ക് പോകുന്നു. മറ്റു ട്രാക്കിലേക്ക് വണ്ടി തെന്നി മാറുന്നു. ആ ഘട്ടത്തിലാണ് പിറകെ വന്ന കാറിലെ അബ്ദുറഹ്മാൻ ബദർ അൽ സയ്യിദ് എന്ന ബഹ്റൈൻ പൗരൻ രക്ഷകനാകുന്നത്. ഡ്രൈവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും മുന്നിലുള്ള കാർ അപകടത്തിലേക്കാണ് പോകുന്നതെന്നും മനസ്സിലാക്കിയ അദ്ദേഹം ഉടൻ ഇടപെടുകയായിരുന്നു. സ്വന്തം ജീവനും കാറിനും ഒരുപക്ഷെ അപകടം സംഭവിച്ചേക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹം ആ സാഹചര്യത്തെ സുരക്ഷിതമായി കൈകാര്യം ചെയ്തു. അപകടത്തിലേക്ക് നീങ്ങുകയായിരുന്ന ആ കാറിന് മുന്നിലേക്ക് സ്വന്തം കാർ കയറ്റിവെച്ച ശേഷം വേഗത കുറച്ചു കൊണ്ടുവന്ന് കാർ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. ഉടൻ തന്നെ കാറിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകുകയും എമർജൻസി ടീം എത്തുന്നതുവരെ പരിചരിക്കുകയും ചെയ്തു. ആ സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഓടിയെത്തിയ ട്രാഫിക് ഓഫീസറുടെ ഇടപെടലും നിർണായകമായി. കിങ് ഫഹദ് കോസ്വേയിലെ പാസ്പോർട്ട് ഓഫീസർ കൂടിയാണ് അബ്ദുറഹ്മാൻ ബദർ അൽ സയ്യിദ് എന്ന ഈ കഥയിലെ രക്ഷകൻ. ജാസിം അൽ ഇസ്കാഫിക്കാണ് കാർ ഓടിക്കുന്നതിനിടെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. സംഭവത്തിന് ശേഷം സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ 1 ബഹ്റൈൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് KMCC മുസ്ലിം ലീഗിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ആവശ്യമുന്നയിച്ചതായി ഗ്ലോബൽ KMCC ജനറൽ സെക്രട്ടറി പുത്തൂർ റഹ്മാൻ പറഞ്ഞു. PV അബ്ദുൽ വഹാബ്, പാറക്കൽ അബ്ദുള്ള എന്നിവർക്ക് സീറ്റ് നൽകിയിരുന്നത് വ്യവസായ പ്രമുഖർ എന്ന നിലയിൽ കൂടിയാണ്. ഇത്തവണ സാധാരണക്കാരായ പ്രവാസികളെ പരിഗണിക്കണമെന്നാണ് ആവശ്യമെന്നും പുത്തൂർ റഹ്മാൻ പ്രതികരിച്ചു. ഈ പ്രാവശ്യം KMCCക്ക് ഒരു നല്ല പരിഗണന കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 45 വർഷമായി ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ല. എനിക്ക് തോന്നി ഈ പ്രാവശ്യം ആദ്യമായിട്ടായിരിക്കും ഞാൻ ആവശ്യപ്പെട്ടത്. KMCCക്ക് ഒരു പരിഗണന ഈ പ്രാവശ്യം പാർട്ടി തരണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം കാലാകാലങ്ങളായി ഇവർക്കൊക്കെ, അതായത് ഇപ്പോൾ യൂത്ത് വിങ്ങിന്, വനിതാ വിങ്ങിനുകൾക്കൊക്കെ എല്ലാവർക്കും അവരുടേതായ പരിഗണന കൊടുക്കുകയും അവർക്കൊക്കെ പിന്നെ പാർട്ടിയിൽ പ്രത്യേകിച്ച് അസംബ്ലി സീറ്റുകളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു KMCCക്ക് ഈ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. ഏത് സീറ്റാണ് അങ്ങനെയല്ലോ? അതില്ല, അത് പാർട്ടി തീരുമാനിക്കാനുള്ളതാണ്. ആർക്കാണ് ഏത് സീറ്റാണെന്നത് പാർട്ടി തീരുമാനിക്കും. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, KMCC എവിടെ നിന്നാലും ഞങ്ങൾ ഇതുവരെ ചെയ്ത സമൂഹത്തിന് നൽകിയ സേവനം വെച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും KMCCയുടെ ആളുകൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ ഞങ്ങൾ. വത്തിക്കാനിലെ കത്തോലിക്ക സഭയുടെ ഉന്നത നയതന്ത്ര പ്രതിനിധിയായ കർദിനാൾ പിയാട്രോ പരോളിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈറ്റിലെത്തുന്നു. ആമുദിയിലെ അവർ ലേഡി ഓഫ് അറേബ്യ പള്ളിയെ മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകളുടെ ഭാഗമായാണ് സന്ദർശനം. മൈനർ ബസിലിക്ക പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗിക ചടങ്ങ് ജനുവരി 16 പള്ളിയിൽ നടക്കും. അറേബ്യൻ ഉപദ്വീപിൽ മൈനർ ബസിലിക്ക പദവി ആദ്യത്തെ പള്ളിയാണ് അവർ ലേഡി ഓഫ് അറേബ്യ. സന്ദർശനത്തിനിടെ കുവൈറ്റ് ഭരണകൂട പ്രതിനിധികളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തുമെന്നാണ് സൂചന. UK പ്രമുഖ മലയാളി സംഘടനയായ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ 13ാമത് മകരവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങിൽ സ്റ്റോക്ക്പോർട്ട് സെന്റ് ആൽബൻസ് ചർച്ച് വികാരി റവനൻ മേരി മുഖ്യാതിഥിയായിരുന്നു. ശബരിമലയിലെ മുൻ പരികർമ്മിയായിരുന്ന ശ്രീകാന്ത് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പരിപാടികളിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെയും പരിസര പ്രദേശങ്ങളിലെയും 1000ഓളം ഭക്തജനങ്ങൾ പങ്കെടുത്തു. സൗദിയിലെ ജിദ്ദയിൽ ഫോക്കസ് ഇന്റർനാഷണൽ സംഘടിപ്പിച്ച പുസ്തകമേള സമാപിച്ചു. പുസ്തകങ്ങളുടെ വിസ്മയ ലോകം പ്രവാസികളിലേക്ക് തുറന്നുവെക്കുന്നതായിരുന്നു ബുക്ക് ഹരാജ് എന്ന പേരിൽ നടന്ന മേള. വിവിധ സ്റ്റേഷനുകളിലായി നടന്ന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു.
പ്രവാസി സമൂഹത്തിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ബുക്ക് ഹറാജ്. 2000-ലധികം പുസ്തകങ്ങൾ പ്രദർശനത്തിനെത്തി. മാധ്യമപ്രവർത്തകൻ അഷ്റഫ് തൂണേരി മേള ഉദ്ഘാടനം ചെയ്തു. വായിച്ചു തീരുന്ന പുസ്തകങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈമാറാനും ആഗ്രഹിച്ച കൃതികൾ സ്വന്തമാക്കാനും മേള അവസരമൊരുക്കി. പ്രവാസി എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി. പെയിന്റിംഗും കാലിഗ്രഫി കൃതികളും പ്രദർശിപ്പിച്ചു. APJ അബ്ദുൽ കലാം, വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട് തുടങ്ങിയവരുടെ കൃതികളും സംഭാവനകളും പരിചയപ്പെടുത്തുന്ന ക്യാൻവാസുകളും ശില്പങ്ങളും മേളയെ മനോഹരമാക്കി. ബുക്ക് ഹറാജ് കമ്മിറ്റി ചെയർമാൻ സലാ കാരാടൻ അധ്യക്ഷത വഹിച്ചു. മീഡിയ 1 ജിദ്ദ. ചാരിറ്റി സൊസൈറ്റികളുടെ പരസ്യങ്ങൾക്ക് കർശന ചട്ടങ്ങൾ ഏർപ്പെടുത്തി കുവൈറ്റ് സാമൂഹ്യകാര്യ മന്ത്രാലയം. ലൈസൻസ് ഉള്ള ചാരിറ്റബിൾ പദ്ധതികളുടെ പരസ്യ പ്രഖ്യാപനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന് ചാരിറ്റി സൊസൈറ്റികൾക്കും ഫൗണ്ടേഷനുകൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി. മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിക്കാത്ത പദ്ധതികൾ പരസ്യപ്പെടുത്തുന്നത് നിരോധിച്ചതായും അധികൃതർ വ്യക്തമാക്കി. എല്ലാ സംഭാവനകളും FTSൽ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഫുജൈറ ജുവൽ അവാർഡ് MA യൂസഫ് അലിക്ക് സമ്മാനിക്കും. ഈ മാസം 17-ന് ഫുജൈറ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഫുജൈറ ഇന്ത്യ ഫെസ്റ്റിവലിലാണ് അവാർഡ് സമ്മാനിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസി സമൂഹത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് വ്യവസായി MA യൂസഫ് അലിക്ക് അവാർഡ് നൽകുന്നതെന്ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഫുജൈറ രാജകുടുംബാംഗം ഷെയ്ഖ് മക്തൂം ബിൻ ഹമദ് അൽ ഷർക്കിയാണ് പുരസ്കാരം കൈമാറുക. ഇതോടൊപ്പം ഫുജൈറ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ സുലൈമാൻ ജാസിം, വ്യവസായ വകുപ്പ് ഡയറക്ടർ അഹമ്മദ് റുഖ്ബാനി, ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ സുൽത്താൻ ജുമാ, ആസൂത്രണ വകുപ്പ് ഡയറക്ടർ മറിയം ഹാറൂൺ എന്നിവരെയും ആദരിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത കലാരൂപങ്ങൾ, സംഗീത പരിപാടികൾ എന്നിവ ഫുജൈറ ഇന്ത്യ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. പിന്നണി ഗായിക രഞ്ജിനി ജോസ് സംഗീത നിശയൊരുക്കും. സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികളായ പുത്തൂർ റഹ്മാൻ, സഞ്ജീവ് മേനോൻ, അഡ്വക്കേറ്റ് നാസറുദ്ദീൻ, സുഭാഷ്, അബ്ദുൽ മനാഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ലോഡ് ദി വാല്യൂ ഷോപ്പ് 2ാം ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. സാൽബിയയിൽ ദി വോക്ക് മാൾ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ 2200 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ ഷോപ്പ് തുറന്നിരിക്കുന്നത്. വിലക്കുറവും ഗുണമേന്മയുമുള്ള ഉൽപ്പന്നങ്ങളും ഷോപ്പിന്റെ പ്രധാന പ്രത്യേകതയാണ്. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. $1.900 ദിനാറിന് താഴെ വിലയിൽ ഫാഷൻ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കളിപ്പാട്ടങ്ങൾ, ഗാർഹിക അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ വിന്റർ സീസണിൽ കളക്ഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. സൗദിയിൽ പുതിയ നിർമ്മാണ യൂണിറ്റിന് തുടക്കമിട്ട് വ്യവസായ രംഗത്തെ പ്രധാന സ്ഥാപനമായ ഹസ്സൂൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് UAEയിൽ വെച്ചായിരുന്നു പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. വിഷൻ 2030ന്റെ ഭാഗമായാണ് യൂണിറ്റ് ഒരുക്കിയത്. 21 വർഷത്തിലധികം അനുഭവ സമ്പത്തുണ്ട് ഹസൂൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്. നിലവിൽ സൗദിയിൽ പുതിയ നിർമ്മാണ യൂണിറ്റിന് തുടക്കമിട്ടിരിക്കുകയാണ് കമ്പനി. വ്യവസായ രംഗത്തെ വിശ്വാസയോഗ്യമായ സ്ഥാപനമായ ഹസൂൺ വിഷൻ 2030ന്റെ ഭാഗമായാണ് പദ്ധതി ഒരുക്കുന്നത്. സ്മാർട്ട് ഹോം സൊല്യൂഷൻ അടക്കമുള്ള നിരവധി സംവിധാനങ്ങളായിരിക്കും കമ്പനി ഒരുക്കുക. സൗദിയിലെ പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ 25 ഇടങ്ങളിലായാണ് നിലവിൽ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇത് സ്മാർട്ട് ഹോം സൊല്യൂഷൻ ആണ്. കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങളെ ലൈറ്റുകളൊക്കെ ഓഫാക്കാനും ഇതിനൊന്നും വേറെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. AC ഓണാക്കാം. അതുപോലെ തന്നെ ഇന്റർകോം ഇതിൽ കിട്ടും. ഇന്റർകോം മൊബൈലിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് സ്മാർട്ട് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. UAEയിലെ ദുബായിൽ നടന്ന ഇന്റർസെക് 2026 പ്രദർശനത്തിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം. പ്രാദേശിക വളർച്ച, നവീകരണം, തദ്ദേശീയ ഉൽപാദനം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ വ്യവസായികളും ബന്ധപ്പെട്ടവരും ഇന്റർസെക് പ്രദർശനത്തിന്റെ ഭാഗമായി. ഹസൂൺ ഗ്രൂപ്പ് പ്രതിനിധികൾ പ്രദർശനത്തിന്റെ ഭാഗമായി സംസാരിച്ചു. മീഡിയ 1 റിയാദ്. ഖത്തറിൽ 2ാമത്തെ ഡയറ്റ് ടൈം ഔട്ട്ലെറ്റ് ആരംഭിച്ച് പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ ടീ ടൈം. ഡയറ്റ് ഭക്ഷണ രീതി പിന്തുടരുന്നവർക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഔട്ട്ലെറ്റ് അസീസിയ സ്ട്രീറ്റിലാണ് പ്രവർത്തനം ആരംഭിച്ചത്.
ടീ ടൈം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായ ഭക്ഷണശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാര സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇസ്ഖാവ വുഖൂത്ത് പെട്രോൾ സ്റ്റേഷനിലാണ് ഡൈ ടൈമിന്റെ ആദ്യ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. ബഹ്റൈനിൽ ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ഫെയറിന് നാളെ തുടക്കമാകും. സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വാർഷിക കൾച്ചറൽ ഫെയറിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി വിവിധ വിനോദ പരിപാടികളും സ്റ്റേജ് ഷോയും അരങ്ങേറും. നാളെ സ്റ്റീഫൻ ദേവസിയും സംഘവും അവതരിപ്പിക്കുന്ന തത്സമയ സംഗീത കച്ചേരിയോടെ ആഘോഷങ്ങൾ ആരംഭിക്കും. റാഫൽ ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് നിരവധി സമ്മാനങ്ങൾ ലഭിക്കും. MG കാറാണ് ഒന്നാം സമ്മാനം. മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഖത്തർ കൈറ്റ് ഫെസ്റ്റിവലിന്റെ 4ാം എഡിഷന് നാളെ തുടക്കം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 20 പ്രൊഫഷണൽ പട്ടം പറത്തൽ ടീമുകൾ മാറ്റുരയ്ക്കും. കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് വഴി ഇതുവരെ 1400-ലധികം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയെന്ന് KSR ഡയറക്ടർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 9 ഫീൽഡ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതായും ഡയറക്ടർ. ഖത്തർ പ്രവാസി വെൽഫെയറിന്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. സംസ്ഥാന പ്രസിഡന്റായി R. ചന്ദ്രമോഹൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. യുകെയിലെ സൗത്ത് യോർക്ക്ഷയറിലെ മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടി സിനിമാ താരം ബിനു അടിമാലി ഉദ്ഘാടനം ചെയ്തു. ഖത്തർ മലവാടി ബാലസംഘം ഒരുക്കുന്ന ടാലന്റിനോ 2026 ജനുവരി 23-ന് പ്രാഥമിക മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രതിഭകൾ 6 സോണുകളെ പ്രതിനിധീകരിച്ച് മാറ്റുരയ്ക്കും.